ഓക്കെ, ഹലോ ഗൈസ്. അപ്പോൾ ഇന്നലെ സൂപ്പർമാൻ, നമ്മുടെ ജെയിംസ് ഗണ്ണിൻ്റെ സൂപ്പർമാൻ ഇറങ്ങി. ഇത് നമ്മുടെ മാൻ ഓഫ് സ്റ്റീൽ ഹെൻറി കാവിലിൻ്റെ സൂപ്പർമാനെ ബീറ്റ് ചെയ്തോ എന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. കാണാത്തവർക്കായി പോയി കാണുക. നല്ലൊരു പടം എന്ന് പറയാം. വിഷ്വൽ ട്രീറ്റ് നല്ല രീതിയിൽ തന്നിട്ടുണ്ട്. VFX ആയിരുന്നാലും എല്ലാത്തിനും. ജെയിംസ് ഗണ്ണിൻ്റെ കാര്യം, ആ ഒരു ഡയറക്ഷൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. ഡീസൻറ്റ് പടം, കോമിക് അക്യുറേറ്റഡ് ആയിട്ട് എടുത്തിട്ട് ഒരു ഡീസൻറ്റ് പവർ, ഓവർ പവേർഡ് അല്ലാത്തൊരു സൂപ്പർമാൻ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇത് ഹെൻറി കാവിലിൻ്റെ സൂപ്പർമാൻ കഥാപാത്രത്തെ ബീറ്റ് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. രണ്ടും ഡിഫറെൻറ്റ് യൂണിവേഴ്സാണ്, വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയാം. ഡിഫറെൻറ്റ് യൂണിവേഴ്സിലുള്ള സൂപ്പർമാനെയാണ് നമുക്ക് കാണാൻ പറ്റുക. സാക് സ്നൈഡറിൻ്റെ യൂണിവേഴ്സ് വേറെ ആയിരിക്കാം, അതുപോലെ തന്നെയാണ് ജെയിംസ് ഗണ്ണിൻ്റെ യൂണിവേഴ്സ് വേറെയാണ്. ഈ സൂപ്പർമാൻ എന്ന് പറഞ്ഞാൽ നോർമലാണ്, ഒരു മാൻലി ആയിട്ടുള്ളൊരു സാധാരണ ഒരു റേഞ്ചിലുള്ളൊരു അത്യാവശ്യം ഇടി കൊണ്ട് ബ്ലഡ് തുപ്പുന്ന ഒരു സൂപ്പർമാനെ നമുക്കിവിടെ കാണാം. പല സീനിലും നമ്മളത് കാണുന്നുണ്ട്. എന്നാൽ നമുക്ക് മാൻ ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞ സാക് സ്നൈഡറിൻ്റെ സൂപ്പർമാനെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഹൈ പവർ, ഒരു വിഷയം സാധനം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ആ ലെവലിൽ ഇതിന് എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റത്തില്ല. ഡേവിഡ് എന്ന് പറഞ്ഞ നടൻ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അഭിനയത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും എല്ലാത്തിലും അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു പടമാണ്. വിഷ്വൽ ട്രീറ്റ് നല്ല രീതിയിലുണ്ട്. പിന്നെ ഗൂസ് ബംപ് ലെവൽ സാധനങ്ങളൊന്നും ഈ പടത്തിൽ പ്രതീക്ഷിക്കേണ്ട. അത്യാവശ്യം നല്ല ഫൈറ്റ് സീക്വൻസൊക്കെ ഉണ്ട്. എല്ലാം ലൈറ്റായിട്ട് നമുക്കുള്ളൂ. കുഞ്ഞു സംഭവങ്ങളാണ് നമുക്ക് ഇതാണ് സന്തോഷം തരുന്ന കുറച്ച് കാര്യങ്ങൾ വരുന്നത്. പക്ഷേ മറിച്ച് മാൻ ഓഫ് സ്റ്റീൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ മൂവിയിൽ ഗൂസ് ബംപ് വരുന്ന ഒരുപാട് സീനുകൾ നമുക്കുണ്ട്. അതിപ്പം ഡൗൺ ഓഫ് ജസ്റ്റിസ് എടുത്തിരുന്നാലും എന്ത് പറയാം, ഈ സെയിം നമുക്കൊരു സംഭവം കിട്ടുന്നുണ്ട്. ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാനായിട്ടുള്ള ഫൈറ്റ് വരുന്നതായിരുന്നാലും സാക് സ്നൈഡർ എടുത്തിരിക്കുന്ന രീതി, പിന്നെ അതെല്ലാം നമുക്ക് തരുന്നൊരു ഇതുണ്ടല്ലോ, ഒരു പ്രത്യേക ഒരു വൈബ്. അതിനുശേഷം ജസ്റ്റിസ് ലീഗ് വന്നു, പിന്നെ സ്നൈഡർ കട്ട് വന്നു. ഇതിലെല്ലാത്തിലും സൂപ്പർമാനെ കാണിച്ചിരിക്കുന്നത് ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് റോളാണ്. ഈ സാക് സ്നൈഡറിൻ്റെ ജസ്റ്റിസ് ലീഗിൽ രണ്ടാം ഭാഗം എടുക്കാത്തതിന് ഒരു റൂമർ ഇടയ്ക്ക് പറയാം, അത് കേട്ടിട്ടുണ്ടായിരുന്നു. കാര്യം ഇത് ഒരിക്കലും ജസ്റ്റിസ് ലീഗ് ഒരിക്കലും സാക് സ്നൈഡറിൻ്റെ ഇതിൽ ഡാർക്ക് സൈഡിനെ ഒരിക്കലും ഡിഫീറ്റ് ചെയ്യുന്നില്ല. അത് ഒരു ഹൊറർ ടൈപ്പിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഒരു ഫുള്ള് എന്താ പറയുക ഡാർക്ക് ഇതിലോട്ട് പോവുകയാണ്. നമുക്കൊരിക്കലും അസഭ്യം പറ്റാത്ത രീതിയിലോട്ട് അവസാനം പോകുന്നുണ്ട്. അതുകൊണ്ടാണ് DC ഡ്രോപ്പ് ചെയ്തതെന്നാണ് ഒരിത്. ജെയിംസ് ഗണ്ണ് എന്തൊരു ഫ്രഷ്ലി സ്റ്റാർട്ടാണ്. ഈ സാധനം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സൂപ്പർമാൻ സീരീസുകൾ കണ്ടിട്ടുള്ളവർക്കും എല്ലാവർക്കും ഓക്കെ, ഫസ്റ്റ് ടൈം ഒരു ഫ്രഷ് സ്റ്റാർട്ട് എന്നുള്ള രീതിയിലാണ്. ഇതിനി ഒരു മൾട്ടിവേഴ്സൽ സംഭവങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീന് വലുതായിട്ടൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് ഒരു സ്പെഷ്യൽ സീനോ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് റോളോ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. എനിക്ക് നമുക്കൊരു ഇനി എല്ലാം ഒരുമോ എന്നുള്ളൊരു പ്രതീക്ഷ നൽകുന്നൊരു സാധനം ഈ പടത്തിൽ കൊടുത്തിട്ടില്ല. പക്ഷേ മൾട്ടിവേഴ്സലായിട്ടും ആണ് എന്നുള്ള കാണിക്കുന്ന രീതിയിൽ ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പോസിബിലിറ്റീസ് ഇതിൽ ഇതാക്കി പോകുന്നുണ്ട്. ആ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ ചാൻസസ് ഉണ്ട്. ഫ്യൂച്ചറിൽ നമുക്ക് സൂപ്പർമാൻസ് എല്ലാം ഒരു ഇതിൽ കാണാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 2006 സൂപ്പർമാൻ റിട്ടേൺസ് എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങി. ബ്രാൻഡൻ റൂത്ത് ആയിരുന്നു അതിലെ നായകൻ. അത്യാവശ്യം നല്ലൊരു ഇതായിരുന്നു, റോളായിരുന്നു. ആ പുള്ളിയെ നല്ലൊരുപോലെ യൂസ് ചെയ്യാത്തതുകൊണ്ട് മാത്രവും, പിന്നെ ഇന്നത്തെ ലെവൽ അഡ്വാൻസ് ലെവൽ അല്ലാത്തതുകൊണ്ട് അന്നത്തെ ഒരു വേറെ ടൈപ്പ് സൂപ്പർമാനാണ്. പക്ഷേ എനിക്ക് ആ പുള്ളിയെ അത് ഹെൻറി കാവിൽ വന്ന കണക്കത്തെ ലെവലിലോട്ട് ആ പുള്ളി വരാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്ന ഒരു നടനായിരുന്നു. ഇന്നത്തെ ഡേവിഡിനേക്കാളും ഒരു മെച്ചപ്പെട്ടൊരു കഥാപാത്രമാണ് ബ്രാൻഡൻ റൂത്ത് ആയിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ അന്നത്തെ ഒരു സ്റ്റോറി കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയാനായിട്ട് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ആ സൂപ്പർമാൻ റിട്ടേൺസ് എന്ന് പറയുന്ന സാധനം. അതുകൊണ്ട് അത് വലിയ വിജയകരമായിട്ടൊന്നും പറയാൻ പറ്റില്ല. വിജയകരമാണെന്ന്
വലിയ വിജയമുള്ള ഒരു പടമൊന്നുമല്ല, ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള പടമല്ല, അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. അതിനുശേഷം മാൻ ഓഫ് സ്റ്റീലാണ് ഏറ്റവും കൂടുതൽ തരംഗം ഉണ്ടാക്കിയത്. ഇപ്പോഴും മാൻ ഓഫ് സ്റ്റീലിന് ഇത്രയും വർഷമായിട്ട് മാൻ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്ന പടത്തിന് ഇപ്പോഴും അതിൻ്റെ ഡിമാൻഡാണ്. കാര്യം ഇപ്പോഴും അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭാവിയിൽ ഈ ജെയിംസ് ഗണ്ണിൻ്റെ ഈ സൂപ്പർമാനും ഒരുപാട് ചർച്ചയാവാൻ സാധ്യതകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. വിമർശനങ്ങൾ ഒരുപാട് കാണും. ഒരുപാട് പേർക്ക് മാൻ ഓഫ് സ്റ്റീലിലെ ഹെൻറി കാവിലിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുപോലെ ആ ലെവലിൽ വരണമെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടോ അല്ലെങ്കിൽ ഇതിന് ഗൂസ് ബംപ് ലെവലിൽ സാധനം എടുക്കണം. ജെയിംസ് ഗണ്ണിൻ്റെ ഒരു സ്റ്റൈല് വേറെയാണ്. അത് നമുക്ക് സാക് സ്നൈഡറിൻ്റെ സ്റ്റൈല് വേറെയാണ്. ഇപ്പം സാക് സ്നൈഡറിൻ്റെ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പടം ഉണ്ടല്ലോ, ഒരു പടമുണ്ട്, ആ കേസ് ഞാൻ മറന്നു. അത് അതിൻ്റെ 2 പാർട്ടായിട്ട് ഇറങ്ങി. അത് ഈ പുള്ളിയുടെ ഒരു ഓവറോൾ എല്ലാ മൂവികളുടെ ഇത് മനസ്സിലാക്കുമ്പോൾ ഒരു വൈബ് നമുക്ക് മനസ്സിലാവും. ഈ ഡാർക്ക് സാധനങ്ങളായിരിക്കും ഫുള്ള്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇനി ഫ്യൂച്ചറിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം ഡാർക്ക് സൈഡാണ്. അത് ഇതാക്കി തന്നത് സാക് സ്നൈഡറാണ്. ജെയിംസ് ഗണ്ണിൻ്റെ ഡാർക്ക് സൈഡ് എങ്ങനെയാണെന്നും ജസ്റ്റിസ് ലീഗ് എങ്ങനെയാണെന്നും നമുക്ക് ഫ്യൂച്ചറിൽ നോക്കാം. അപ്പോഴും നമുക്ക് ഇനി ഫ്യൂച്ചറിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഈ സാധനം എങ്ങനെയായിരിക്കും വരുന്നതെന്ന്. ജെയിംസ് ഗണ്ണിൻ്റെ എന്തായാലും ഡീസൻറ്റ് ട്രീറ്റാണ്, നല്ലൊരു സാധനം എന്ന് എനിക്ക് ഹൈ ലെവലെന്ന് പറയാൻ പറ്റത്തില്ല. കാണുന്നവർക്ക് വിഷ്വലി നല്ലൊരു അനുഭവം തന്നെയായിരിക്കും. സൂപ്പർമാൻ സീരീസുകൾ കണ്ടിട്ടുള്ളവർക്കും കാണാത്തവർക്കുമായിട്ട് ഈ സാധനം ഒന്ന് പോയി കാണുക. പൊളി സാധനമാണ്, കാണുന്നത് നല്ലതായിരിക്കും. ഇപ്പം ഈ ഡി സിയിൽ മൊത്തത്തിൽ എടുത്ത് പറയാനായിട്ട് സ്നൈഡർ പോയോടുകൂടി എടുത്ത് പറയാനായിട്ട് ഒരു നല്ലൊരു ടോപ്പ് സാധനങ്ങളില്ല. അപ്പോൾ ഇത് കാണുന്നതുകൊണ്ട് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.